മധുരം എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ്. മധുരം ഇഷ്ടപ്പെടാത്തവരായി ഈ ഭൂമിക്ക് മുകളിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് തന്നെ എനിക്ക് സംശയമാണ്. ആരോട് ചോദിച്ചാലും മധുരം കഴിക്കാൻ ഇഷ്ടമാണ്, ഐസ്ക്രീം കഴിക്കാൻ ഇഷ്ടമാണ്, തേൻ കഴിക്കാൻ ഇഷ്ടമാണ്, മിഠായി, ചോക്ലേറ്റ് എല്ലാം ഇഷ്ടമാണ്, കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ. എന്നാൽ ചില വ്യക്തികൾക്ക് പ്രായമായി കഴിയുമ്പോൾ പ്രമേഹ രോഗം വരും. ഈ പ്രമേഹം വന്നു കഴിഞ്ഞാൽ മധുരം കഴിക്കരുത് കേട്ടോ, മധുരം പൂർണ്ണമായിട്ട് ഒഴിവാക്കണം. മധുരമിട്ട ചായയും കഴിക്കണ്ട, ചായയും കാപ്പിയൊക്കെ മധുരം, ലഡ്ഡു, ജിലേബി എല്ലാം ഒഴിവാക്കിക്കും. അത് പറയുമ്പോഴായിരിക്കും രോഗിക്ക് മധുരത്തോട് അമിതമായ ആവേശം വരുന്നത്. പലരും പറയാറുണ്ട്, ചേട്ടന് വീട്ടിൽ മധുരമൊന്നും കൊടുക്കില്ല, പക്ഷേ വീട്ടിൽ പുള്ളി കട്ട് തിന്നും. ആരുമില്ലാത്ത നേരത്ത് ഫ്രിഡ്ജ് തുറന്ന് അവിടെ ഇരിക്കുന്ന ഐസ്ക്രീം എടുത്ത് തിന്നും, അല്ലെങ്കിൽ ലഡു എടുത്ത് ഒളിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതെടുത്ത് തിന്നും. ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ഇപ്പോൾ പ്രമേഹം വന്നാൽ മധുരം നിയന്ത്രിക്കാൻ പലർക്കും വിഷമമാണ്. ഈ മധുരം കഴിപ്പ് പ്രശ്നമായി തീരും. എങ്ങനെയാണ്? ഉദ്ധാരണക്കുറവുണ്ടാക്കും. അതൊരു വലിയ പ്രശ്നം തന്നെയാണ്. പ്രത്യേകിച്ച് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം കുറേ ദീർഘകാലമായിട്ടുള്ള പ്രമേഹം, വളരെ കൂടിയ പ്രമേഹം, ഇതൊക്കെ തന്നെ ഉദ്ധാരണക്കുറവിന് കാരണമാകുന്നുണ്ട്. അനവധി പഠനങ്ങൾ ഇതേപ്പറ്റി ലോകത്ത് നടന്നിട്ടുണ്ട്. അതിൽ പഠനങ്ങൾ പറയുന്നത് പ്രിവലൻസ് ഓഫ് ED ഇൻ മെൻ വിത്ത് ഡയബറ്റിസ്, പ്രമേഹമോ രോഗമുള്ള ആൾക്കാരിൽ 35 മുതൽ 75% വ്യക്തികൾക്ക് ഉദ്ധാരണക്കുറവുണ്ടാകുന്നുണ്ട്. പ്രമേഹ രോഗമുള്ളവരിൽ 35 മുതൽ 75% ആൾക്കാർക്കും ലൈംഗിക ഉദ്ധാരണ ശേഷിക്കുറവ് അനുഭവപ്പെടുന്നു. അതേസമയം പ്രമേഹ രോഗമില്ലാത്തവരിൽ ഇത് കേവലം 26% ഉള്ളൂ. എന്ന് പറയുമ്പോൾ പ്രമേഹ രോഗമില്ലാത്തവരെ അപേക്ഷിച്ചിട്ട് പ്രമേഹ രോഗമുള്ളവർക്ക് ഉദ്ധാരണക്കുറവുണ്ടാവാനുള്ള ചാൻസ് 3 ഇരട്ടി കൂടുതലാണ്. 3 ഇരട്ടി കൂടുതലാണ്. പ്രമേഹ രോഗമുള്ളവർക്ക് അതില്ലാത്തവരെ അപേക്ഷിച്ച് 10 മുതൽ 15 വർഷം മുൻപേ തന്നെ ഉദ്ധാരണക്കുറവ് അനുഭവപ്പെടുന്നു. പ്രമേഹ രോഗമില്ലാത്ത ഒരു വ്യക്തിക്ക് 70 വയസ്സിലാണ് ഉദ്ധാരണക്കുറവ് അനുഭവപ്പെടുന്നതെങ്കിൽ പ്രമേഹ രോഗമുള്ള ഒരാളിന് 55 വയസ്സിൽ തന്നെ, അതായത് 10-15 വർഷം മുൻപേ ഉദ്ധാരണക്കുറവുണ്ടാവാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. പ്രായം കൂടി വരുന്നതനുസരിച്ച് ഉദ്ധാരണക്കുറവിൻ്റെ തോത് കൂടി വരുന്നുണ്ട്, അതൊരു ശരിയാണ്. ഇത് പല കണക്കുകളും വന്നിട്ടുണ്ട്. അതിലൊരു കണക്ക് പറയുന്നത് 1 മുതൽ 10% വരെ പുരുഷന്മാർ, 40 വയസ്സിൽ താഴെ പ്രായമുള്ള 10% വരെയും പുരുഷന്മാർക്ക് ഉദ്ധാരണക്കുറവ് കാണാം. 70 വയസ്സ് കഴിയുമ്പോഴേക്കും ഇത് 50 മുതൽ 100% വരെ ആൾക്കാർക്ക് ഉദ്ധാരണക്കുറവ് ഉണ്ടാകുന്നു. എന്നാലും പ്രമേഹ രോഗമുള്ളവർക്ക് ഉദ്ധാരണക്കുറവ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്തുകൊണ്ടാണത്? ഇറക്ടൈൽ ഡിസ്ഫങ്ഷന് കാരണം പ്രമേഹ രോഗമുള്ളവരിൽ നെർവ് ഡാമേജ് ഉണ്ടാകും, നാഡികൾക്ക് തകരാറുണ്ടാകും, ന്യൂറോപ്പതി എന്ന് പറയും. അത് പലരുടെയും കാലിലൊക്കെ വേദന, കാലിന് മരവിപ്പ്, അല്ലെങ്കിൽ കാലിന് സെൻസേഷൻ അനുഭവപ്പെടുന്നില്ല, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അതൊരു പെരിഫറൽ ന്യൂറോപ്പതിയുടെ ലക്ഷണമാണ്. ബ്ലഡ് വെസൽ, ശരീരത്തിനകത്തെ ബ്ലഡ് വെസലിന്, രക്തക്കുഴലുകൾക്ക് ഡാമേജ് ഉണ്ടാകും. മസ്കുലോപ്പതി അല്ലെങ്കിൽ ആർത്തറോസ്ക്ലറോസിസ് എന്ന് പറയുന്ന കണ്ടീഷൻ, അതായത് രക്തക്കുഴലുകളൊക്കെ കട്ടി പിടിക്കുന്നു, നാരോ ആവുന്നു, ചുരുങ്ങിപ്പോകുന്നു, ഇങ്ങനെയുള്ള വ്യത്യാസങ്ങൾ രക്തക്കുഴൽ വരും. ലിംഗത്തിലെ രക്തക്കുഴൽ കട്ടിപിടിച്ച് കഴിഞ്ഞാൽ ഉദ്ധാരണത്തിൻ്റെ സമയത്ത് ബലൂൺ പോലെ അത് വീർത്തു വരികയും അല്ലാത്തപ്പോൾ അത് ചുരുങ്ങിയിരിക്കുകയും ചെയ്യണം. ഈ ഒരു പ്രക്രിയ ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെടും. അതുപോലെ എൻഡോത്തീലിയൽ ഡിസ്ഫങ്ഷൻ ഉണ്ടാകും. രക്തക്കുഴലിനകത്തുള്ള എൻഡോത്തീലിയത്തിന് ഡാമേജ് വരുത്തുന്നുണ്ട്, ഹോർമോണൽ ഇംബാലൻസ് വരുന്നുണ്ട്. ഇത്തരം വ്യത്യാസങ്ങളെല്ലാം കൂടി വരുമ്പോൾ ലിംഗത്തിൻ്റെ രക്തക്കുഴലിലേക്കുള്ള ബ്ലഡ് ഫ്ലോ ഇമ്പയർ ചെയ്യുന്നു, ഇമ്പയർസ് ബ്ലഡ് ഫ്ലോ ടു ദ പെനീസ്. അതുപോലെ തന്നെ ദ ബോഡീസ് എബിലിറ്റി ടു അച്ചീവ് ആൻ ഇറക്ഷൻ, അതും ഇല്ലാതാവുന്നു. ഇത് രണ്ടും നഷ്ടപ്പെടുത്തുന്നു. ഇത് കുറേ അധികം കോംപ്ലിക്കേഷൻസ് ഉണ്ട്. ഇത് അനവധി പഠനങ്ങൾ നടത്തിയതിന് ശേഷം കണ്ടെത്തിയതാണ്. പ്രത്യേകിച്ച് പ്രമേഹ രോഗം വന്നു കഴിയുമ്പോൾ മറ്റുള്ള പല പല രോഗങ്ങളും വരും. ഇത് മെറ്റബോളിക് സിൻഡ്രോം വരുമ്പോൾ അതിൻ്റെ ഒരു ഭാഗമാണ് ഒബിസിറ്റി, പൊണ്ണത്തടി, പ്രഷർ അല്ലെങ്കിൽ രക്താതിസമ്മർദ്ദം, കൊളസ്ട്രോൾ വരുന്നു, ഡിസ്ലിപ്പിഡീമിയ, പിന്നെ ഇങ്ങനെയുള്ള, അതുപോലെ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ, ഒത്തിരി തടി വന്നു കഴിഞ്ഞാൽ ഉറങ്ങാൻ പറ്റില്ല, ഉറങ്ങുന്ന സമയത്ത് കൂർക്കമ്പലി വന്നിട്ട് പ്രശ്നം ഉണ്ടാകുന്ന അവസ്ഥ, അതുപോലെ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ കോമൺ ആയിട്ട് വരും, ഡിപ്രഷൻ വരാം, വിഷാദം വരാം. അതിൻ്റെ പാത്വേ എന്താണെന്ന് ചോദിച്ചാൽ മൈക്രോ വസ്കുലാർ ഡിസോർഡർ വരുമ്പോഴേക്കും കിഡ്നിയെ ബാധിക്കുന്ന പ്രമേഹ രോഗം. ഈ പ്രമേഹ രോഗം കിഡ്നിയെ ബാധിച്ചു കഴിഞ്ഞാൽ നെഫ്രോപ്പതി, കിഡ്നിക്ക് ഡാമേജ് വരുന്നു, അത് യൂറിനറി ഇൻഫെക്ഷന് കാരണമാകുന്നു. അതുപോലെ ന്യൂറോപ്പതി വരും. ന്യൂറോപ്പതി വരുമ്പോൾ അതും
എല്ലാം ഇത്തരം പ്രശ്നങ്ങൾക്ക് കാരണം. ഇത് മൾട്ടിപ്പിൾ പ്രോബ്ലമാണ്. ഇതൊരു വിഷ്യസ് സർക്കിളായിട്ട് തന്നെ കിടക്കുന്നു. പ്രമേഹം മാത്രമല്ല, ആ പ്രമേഹം ഉണ്ടാക്കുന്ന അനുബന്ധമായിട്ടുണ്ടാക്കുന്ന കോംപ്ലിക്കേഷൻസിൻ്റെ ഒരു ചിത്രമാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ഇതെല്ലാം കൂടി വരുമ്പോൾ ഉദ്ധാരണക്കുറവുണ്ടാകും. ഉദ്ധാരണക്കുറവ് വന്നാൽ ഇത് ട്രീറ്റ് ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും അതിന് ട്രീറ്റ്മെൻ്റ് ഉണ്ട്. 100% എഫക്റ്റീവായിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അതിലൊന്ന് ഓറൽ മെഡിക്കേഷനാണ്. രണ്ടാമത് പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരു സാധനമാണ് ഈ വാക്യൂം എറക്ഷൻ ഡിവൈസ് എന്ന് പറയുന്നത്. 1960-കളിലും 70-കളിലൊക്കെ ഇവിടെ യൂസ് ചെയ്തിരുന്ന ഒരു സാധനമാണ്. പലരും അത് പൊടി തട്ടിയെടുത്ത് ഇപ്പോഴും ഒരു മെത്തേഡായിട്ട് യൂസ് ചെയ്യാറുണ്ട്. അത് പണ്ട് വേട്ടയ്ക്ക് പോകുമ്പോൾ വലിയ ഡബിൾ ബാരൽ ഗണ്ണും എടുത്തത് വെടിവെക്കാൻ പോകുന്ന പോലെയാണ്. ഈ ഒരു സമയത്ത് ഈ വലിയൊരു എക്യുപ്മെൻറ്റും എടുത്തുകൊണ്ട് വന്ന് പമ്പ് ചെയ്ത് ഇറക്ഷൻ ഉണ്ടാക്കി ഒരു റബ്ബർ ബാൻഡും ഇട്ട് സെക്സ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പ്രാക്ടിക്കലി നടപ്പില്ല. അത് വാങ്ങിച്ചു വെച്ചാൽ തന്നെ 1-2 പ്രാവശ്യം ഉപയോഗിക്കും, അത് കഴിഞ്ഞിട്ട് വലിച്ചെറിഞ്ഞ് കളയും. അതാണ് പലരുടെയും അനുഭവം. പിന്നെ ഷോക്ക് വേവ് തെറാപ്പി സമീപകാലത്ത് വന്ന ഒരു സംഗതിയാണ്. ഇത് അത്ര വലിയ എഫക്റ്റീവ് ഒന്നുമല്ല. ഇതിനെപ്പറ്റിയുള്ള അനവധി സ്റ്റഡീസ് വന്നിട്ടുണ്ട്. ആ സ്റ്റഡീസിൽ പലതും കാണിക്കുന്നത് ഇതിൻ്റെ റിസൾട്ടൊക്കെ ഇൻകൺക്ലൂസീവ് ആണെന്നാണ്. ചിലപ്പോൾ ഇതൊരു തെറാപ്പിസ്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു ഡോക്ടറുടെ ചികിത്സാവിധിയുടെ ശേഖരത്തിലൊരു ചികിത്സയായിട്ട് ഉപയോഗിക്കാവുന്ന മാത്രമാണ് പറയുന്നത്. ഇതൊന്നും അത്ര കൃത്യമായിട്ട് 100% എഫക്റ്റുള്ള ട്രീറ്റ്മെൻ്റ് അല്ല. കേരളത്തിൽ ഷോക്ക് വേവ് തെറാപ്പി ആദ്യമായിട്ട് നമ്മൾ പരീക്ഷിച്ച് നോക്കിയതാണ്. ഒരു എനിക്ക് തോന്നുന്നു 2010-നും 2012-നും ഇടയ്ക്കായിരിക്കണം. ആ ഒരു 15-ന് മുമ്പുള്ള കാലഘട്ടത്തിൽ അത് പരീക്ഷിച്ച് നോക്കിയിട്ട് ഉപയോഗമില്ലാന്ന് തോന്നിയിട്ട് വലിച്ചെറിഞ്ഞ് കളഞ്ഞ ഒരു സംഗതിയാണ്. അതുപോലെ പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ തെറാപ്പി എന്ന് പറയുന്നൊരു ട്രീറ്റ്മെൻ്റ് ഉണ്ട്. ഇതൊന്നും കൺക്ലൂസീവായിട്ടുള്ള റിസൾട്ട് തരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അത്തരം കാര്യങ്ങൾ ഉപയോഗിക്കുന്നില്ല. ഒന്ന് ഓറൽ മെഡിക്കേഷനും പിന്നീട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് ഇംപ്ലാന്റാണ്. ഷുഗർ കൺട്രോൾ ചെയ്യാൻ പറ്റുമെങ്കിൽ ഇംപ്ലാന്റ് ഈസ് ദ ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ഫോർ എറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ എന്ന് പറയും. കാരണം മരുന്നുകൾ നിങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ സെക്സ് ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ ഒരു മരുന്നും കഴിച്ച് മണിക്കൂറുകൾ കാത്തിരിക്കണം ഒരു ഉദാഹരണം വരാൻ. അപ്പോൾ ആഗ്രഹം പോയി കാണും, അല്ലെങ്കിൽ ആ പാർട്ട്ണർ അപ്പം മാറിപ്പോയി കാണും. അവർ പറയും എനിക്ക് അന്നേരം മൂടുണ്ടായിരുന്നു, ഇപ്പം മൂടില്ല, സംഗതി നടക്കില്ല. അതേസമയം ഒരു ഇംപ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ ഏത് സമയത്ത് എപ്പോൾ എവിടെ വെച്ച് വേണമെങ്കിലും ബന്ധപ്പെടുന്നതിന് യാതൊരു തടസ്സവും ഇല്ല. മാത്രമല്ല എത്ര സമയം വേണമെങ്കിലും ബന്ധം തുടരാം. നിങ്ങളുടെ ശുക്ലവിസർജനം കഴിഞ്ഞാലും ആ സ്ത്രീ തൃപ്തിയായി എന്ന് പറയുന്നത് വരെ നിങ്ങൾക്ക് ബന്ധം തുടരാനായിട്ട് കഴിയും. ഏതവസ്ഥയിലും ആവശ്യമില്ലാത്തപ്പോൾ അതിനെ കൺസീൽ ചെയ്ത് വയ്ക്കാം. അങ്ങനെയുള്ള ഗുണങ്ങളുണ്ട്. ആജീവനാന്തം ഇതിന് വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നും വരാൻ സാധ്യതയില്ല. മാത്രമല്ല 2-3 കൊല്ലം ഈ ചികിത്സയ്ക്ക് വേണ്ടി ചിലവഴിക്കുന്ന പൈസ മതി ഒരു ഇംപ്ലാന്റ് വയ്ക്കാൻ. ഇന്ന് വന്ന ഒരു പേഷ്യൻ്റ് പറഞ്ഞു 2006 മുതൽ ചികിത്സിച്ചതാണ്. 6-ൽ ഞങ്ങളുടെ അടുത്ത് വന്ന് കുറച്ച് നാൾ മരുന്ന് കഴിച്ചു. 1 മാസമോ 2 മാസമോ മരുന്ന് കഴിച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രശ്നം പൂർണ്ണമായിട്ട് മാറി. പിന്നെ 10-15 വർഷത്തേക്ക് ഒരു കുഴപ്പമില്ല. അതിനുശേഷമുള്ള കഴിഞ്ഞ 4-5 വർഷത്തിനിടയ്ക്ക് പലയിടത്തും പോയി പല ചികിത്സ ചെയ്തിട്ട് ഗുണമില്ലാത്തതുകൊണ്ടാണ് ഇവിടെ വന്നത്. അപ്പോൾ എന്നോട് പറയുകയാണ്, ഡോക്ടറെ 2 കൊല്ലം മരുന്ന് കഴിച്ച കാശ് മതിയായിരുന്നു ഈ ഒരു ഓപ്പറേഷൻ ചെയ്യാൻ. അദ്ദേഹം ഓപ്പറേഷൻ തീരുമാനിച്ചിട്ട് പോവുകയുണ്ടായി. അപ്പോൾ ഉദാഹരണക്കുറവിന് തീർച്ചയായിട്ടും ചികിത്സയുണ്ട്. അതിനെപ്പറ്റി നിങ്ങൾ വിഷമിക്കേണ്ട. പ്രമേഹ രോഗികളും വിഷമിക്കേണ്ട കാര്യമില്ല. ചികിത്സയിലൂടെ ഇതിൻ്റെ പരിഹാരമുണ്ട്. പക്ഷേ ഡോക്ടറുടെ മാർഗ്ഗനിർദ്ദേശങ്ങൾ കേൾക്കാനും ഷുഗർ കൺട്രോൾ ചെയ്യാനും നിങ്ങൾ തയ്യാറാണെങ്കിൽ മാത്രമാണ് ഈ ചികിത്സകൾ എഫക്റ്റീവ് ആവുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.